ചേർത്തലയിലെ വീട്ടമ്മയുടെ ദുരൂഹമരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കല്ലറ തുറന്ന് പുറത്തെടുത്ത സജിയുടെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്ന പോലീസിന്റെ തുടർ നടപടികൾ. വീട്ടിലെ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് പരിക്ക് പറ്റി എന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത്. യാഥാർത്ഥ്യം ഡോക്ടർമാരോട് പോലും പറയാത്തത് ചികിത്സയെ ബാധിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരനായി മുഴുവൻ സമയവും ഭർത്താവ് സോണി ഉണ്ടായിരുന്നു. അച്ഛൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന മകളുടെ പരാതിയിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ജനുവരി 8 ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജി ഞായറാഴ്ചയാണ് മരിച്ചത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് മകൾ അച്ഛനെതിരെ പരാതി നൽകിയത്. സോണിയുടെ സ്ത്രീ സൗഹൃദങ്ങൾ ചോദ്യം ചെയ്തതിനായിരുന്നു സജിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. ആലപ്പുഴയിലെ സ്വകാര്യ ലാബിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു സജി. ആങ്കർ കമ്പനിയുടെ പ്രതിനിധിയായാണ് സോണി ലാബിൽ ചെല്ലുന്നതും സജിയെ പരിചയപ്പെടുന്നതും. പിന്നീട് പരിചയം പ്രണയത്തിലേക്കെത്തുകയായിരുന്നു. ആലപ്പുഴ വടക്കേയറ്റത്ത് വീട്ടിൽ ചാക്കോ ബേബി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് സജി. വിവാഹശേഷം ലാബ് ടെക്നീഷ്യനായി ഏറെ നാൾ സജി വിദേശത്ത് ജോലി ചെയ്തിരുന്നു. വീട് പുനർനിർമ്മാണം അടക്കം പൂർത്തിയാക്കി കുട്ടികൾ മുതിർന്നതോടെയാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ഇതിനിടെ സോണി കടക്കരപ്പള്ളിയിൽ പാത്രക്കട ആരംഭിച്ചു. മൂത്ത മകൻ ബെന്നോബ് ദുബായിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. അമ്മ അപകടത്തിൽപ്പെട്ട വാർത്ത അറിഞ്ഞതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. മകൾ മീഷ്മ മൂവാറ്റുപുഴയിലെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപികയാണ്. ഭാഷാ പഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സജിയെ ഉപദ്രവിച്ച വിവരം പുറത്തു പറഞ്ഞാൽ വകവരുത്തും എന്ന സോണിയുടെ ഭീഷണിയെ തുടർന്നാണ് മകൾ സംഭവങ്ങൾ ആദ്യഘട്ടത്തിൽ മൂടിവെച്ചത്. ഭീഷണി ആവർത്തിച്ചതോടെ ആണ് ഗത്യന്തരമില്ലാതെ അമ്മയുടെ സഹോദരന്മാരുടെ സഹായത്തോടെ പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് തന്ത്രപൂർവ്വം ഇയാളെ പിടികൂടുകയായിരുന്നു. സജിയെ സോണി നിരന്തരം മർദ്ദിച്ചിരുന്നതായി സജിയുടെ ബന്ധുക്കൾ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ കാലം മുതൽ ആക്രമണം പതിവായിരുന്നു. പലതവണ കുട്ടികൾ പരാതിപ്പെട്ടിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. സംഭവ ദിവസം രാത്രി വീട്ടിലെത്തിയ സോണി സജിയെ മുടിക്കുത്തിൽ പിടിച്ച് തല ഭിത്തിയിൽ പിടിച്ചിടിക്കുകയായിരുന്നുവെന്നും ചോര വാർന്നു കിടന്ന ഇവരെ ഏറെ നേരത്തിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. 1 മാസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന സജി ഞായറാഴ്ച രാവിലെ 7:30 മരിച്ചത്. മുട്ടം സെന്റ് മേരീസ് ഫെറോന പള്ളി സെമിത്തേരിയിൽ സംസ്കാരവും നടന്നു. പരാതിയെ തുടർന്ന് ബുധനാഴ്ച കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു. ജനുവരി 8 രാത്രി 10 സജിയെ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. വീട്ടിലെ കോണിപ്പടിയിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത്. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച മരിച്ചു. ആരും പരാതിപ്പെടാത്തതിനാൽ സ്വാഭാവിക മരണമായി കരുതി മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. എന്നാൽ ചൊവ്വാഴ്ച രാത്രിയിൽ മകൾ മീഷ്മ ചേർത്തല പോലീസിൽ പരാതിപ്പെട്ടതാണ് വഴിത്തിരിവായത്. വിവരമറിഞ്ഞയുടൻ പോലീസ് മീഷ്മയ്ക്ക് സംരക്ഷണം നൽകി സോണിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചേർത്തലയിലെ ആശുപത്രിയിലെത്തിക്കുമ്പോൾ സജിക്ക് ബോധമുണ്ടായിരുന്നെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വല്ലാതെ വേദനിക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ സജി മിണ്ടിയിട്ടില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരങ്ങളായ ജെയിംസും തോമസുമടക്കമുള്ള ബന്ധുക്കൾ പലവട്ടം കാണാനെത്തിയിരുന്നു. കണ്ണീർ മാത്രമായിരുന്നു പ്രതികരണം. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.